ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? പണ്ടെല്ലാം കല്യാണത്തിന് ഈ അച്ചാർ കാണലുണ്ട്, ഇപ്പം അങ്ങനെ കാണലില്ല. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഒരു 500 ഗ്രാം ബീട്രൂട്ടും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം, അതേപോലെ ഒരു 2 പീസ് ഇഞ്ചിയും, പിന്നെ ഒരു 5-10 വെളുത്തുള്ളിയും, അതേപോലെ ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് എണ്ണയിൽ നല്ലോണം ഒന്ന് പൊരിഞ്ഞു വരണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇടാൻ പാടില്ല, ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ക്യാരറ്റും ബീട്രൂട്ടെല്ലാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും, ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചതാണ്, അതും, അതേപോലെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഈത്തപ്പഴമില്ലേ, അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈത്തപ്പഴം ഇടുന്നത് ഇതിനൊരു മധുരം കൂടി കിട്ടേണ്ടിയിട്ടാണ് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ ഒരു ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുക്കുക. പിന്നീട് ഇത് വെന്ത് വരുന്നതോറും കുറച്ച് കട്ടി കൂടി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമല്ലോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള ക്യാരറ്റും ബീട്രൂട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ 2-3 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അടിപൊളി ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിക്ക്, നെയ്ച്ചോറിനെല്ലാം കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് കമൻറ്റും ചെയ്യണേ. താങ്ക്